തമിഴ് സിനിമാ ലോകത്തെയും സോഷ്യൽ മീഡിയയും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഗായിക കെനീഷ ഫ്രാൻസിസിൻ്റേത്. നടൻ ജയൻ രവിയുടെ കുടുംബജീവിതം തകർത്തത് കെനീഷയാണെന്ന ആരോപണത്തോടെ സമീപകാലത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയിങ്ങും വെറുപ്പും ഏറ്റുവാങ്ങിയ വ്യക്തിയായി അവർ മാറി. ഭാര്യയും 2 ആൺമക്കളുമുള്ള ഒരു നടനെ മയക്കി സ്വന്തമാക്കിയെന്ന വലിയ കുറ്റപ്പെടുത്തലുകളാണ് കെനീഷയ്ക്ക് നേരെ ഉയർന്നത്. എന്നാൽ തന്റെ കുടുംബം തകരാൻ കാരണം കെനീഷയല്ല എന്ന് ജയം രവി ആവർത്തിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾക്ക് കുറവൊന്നുമില്ല. എന്നാൽ ഈ വെറുപ്പുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും അപ്പുറം ചോരയും കണ്ണീരും നിറഞ്ഞ കഠിനമായ ഒരു ഭൂതകാലം കെനീഷയ്ക്കുണ്ട്. തനിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ലോകത്തിനു മുന്നിൽ താൻ അനുഭവിച്ച നരകയാതനകളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് കെനീഷ ഫ്രാൻസിസ്. ഇന്ന് നമ്മൾ കാണുന്ന പ്രശസ്തയായ ഗായിക എന്ന നിലയിലേക്കുള്ള കെനീഷയുടെ യാത്ര പൂമെത്തയിലൂടെ ആയിരുന്നില്ല. കുട്ടിക്കാലം മുതൽക്കേ ഒറ്റപ്പെടലും കടുത്ത പ്രതിസന്ധികളും അനുഭവിച്ചാണ് അവർ വളർന്നത്. കേവലം 18-ാം വയസ്സിലായിരുന്നു കെനീഷയുടെ വിവാഹം. എന്നാൽ ആ ജീവിതം ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. പരസ്ത്രീ ബന്ധമുള്ള ആളായിരുന്നു ഭർത്താവ്. ചോദ്യം ചെയ്ത കെനീഷയെ അയാൾ ക്രൂരമായി പീഡിപ്പിച്ചു. കെനീഷയ്ക്ക് 19 വയസ്സുള്ളപ്പോൾ അവർ ഗർഭിണിയായിരിക്കെയാണ് ആ മൃഗീയമായ സംഭവം നടക്കുന്നത്. ക്രൂരനായ ഭർത്താവ് കനത്ത ഡമ്പൽ എടുത്ത് ഗർഭിണിയായ കെനീഷയുടെ വയറ്റിൽ ശക്തിയായി ഇടിച്ചു. വേദന കൊണ്ട് പിടഞ്ഞു കരഞ്ഞ ആ 19-കാരിയെ നേരം വെളുക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബംഗളൂരുവിലെ വിജനമായ തെരുവിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞു. ചോരയൊലിപ്പിച്ച് ജീവനായി യാചിച്ചു കിടന്ന ആ പെൺകുട്ടിയെ സഹായിക്കാൻ അർദ്ധരാത്രിയിൽ ആരും വന്നില്ല. ഒടുവിൽ പ്രായമായ മാതാപിതാക്കൾ എത്തിയാണ് കെനീഷയെ ആശുപത്രിയിലാക്കിയത്. ഈ വലിയ ആഘാതത്തിൽ നിന്നും 23-ാം വയസ്സിൽ അമ്മയെയും 27-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട ശൂന്യതയിൽ നിന്നുമാണ് കെനീഷ ജീവിക്കാൻ പഠിച്ചത്. പ്രതിസന്ധികളിൽ നിലവിളിച്ചിട്ടോ ഓടി ഒളിച്ചിട്ടോ കാര്യമില്ലെന്നും അനുഭവങ്ങളെ ധൈര്യത്തോടെ നേരിട്ടും സ്വയം സ്നേഹിച്ചും മുന്നേറണമെന്നാണ് ഇന്ന് കെനീഷയ്ക്ക് ലോകത്തോട് പറയാനുള്ളത്. തകർച്ചകളിൽ തളരാതെ കെനീഷ ഇന്ന് തന്റെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുകയാണ്. തന്നെ മാനസികമായി സുഖപ്പെടുത്തുന്നത് നല്ല ഭക്ഷണമാണെന്ന് കെനീഷ പറയുന്നു. അധികം എരിവില്ലാത്ത ഭക്ഷണങ്ങളോടാണ് താല്പര്യം. കേരളത്തിലെ കഞ്ഞിയും ചമ്മന്തിയും മത്തി പൊരിച്ചതുമാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമെന്ന് ഈ ഗായിക വെളിപ്പെടുത്തുന്നു. നിലവിലെ തന്റെ ജീവിതം തന്നെ ഒരു വലിയ മാനിഫെസ്റ്റേഷനാണ്. ഹീലിംഗ് തെറാപ്പി, ഫിലിം പ്രൊഡക്ഷൻ, സാരി ബിസിനസ് എന്നിങ്ങനെ ഒന്നിലധികം മേഖലകളിൽ അവർ ഇന്ന് സജീവമാണ്. സിനിമയാണ് ഇനി കെനീഷയുടെ പ്രധാന ലക്ഷ്യം. ലോകമറിയുന്ന ഏറ്റവും വലിയ ഒരു ബിസിനസ് വുമൺ ആകണം. ഒപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശബ്ദമായി തുടരണം എന്നാണ് കെനീഷയുടെ ആഗ്രഹം. തന്നെ പോലെ വേദനിക്കുന്നവർക്ക് ഒരു വെളിച്ചമാകാൻ കെനീഷ ഇന്ന് ആഗ്രഹിക്കുന്നു. കെനീഷയുടെ വ്യക്തിജീവിതം ചർച്ചയാകുമ്പോൾ തന്നെ നടൻ ജയൻ രവിയും ഭാര്യ ആരതിയുമായുള്ള വിവാഹമോചന കേസ് കോടതിയിൽ പുരോഗമിക്കുകയാണ്. ആരതിയുമായുള്ള നിയമപോരാട്ടം അവസാനിക്കുന്നതുവരെ സിനിമ ചെയ്യില്ലെന്ന തന്റെ മുൻ തീരുമാനം ജയൻ രവി അടുത്തിടെ തിരുത്തുകയുണ്ടായി. JFW അവാർഡ് വേദിയിൽ വെച്ച് വളരെ വികാരധീനനായാണ് താരം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. സിനിമാ രംഗത്തുള്ള സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ തീരുമാനം മാറ്റിയതെന്നും തന്റെ പ്രഖ്യാപനം വിഷമിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും രവി പറഞ്ഞു. തന്റെ ജീവിതത്തിലും ഒട്ടനവധി മോശം കാര്യങ്ങൾ സംഭവിച്ചുവെന്നും അതിനെയെല്ലാം അതിജീവിച്ച് വരികയാണെന്നും താരം തുറന്നു പറഞ്ഞു. തന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ ഒരുപാട് പേർ തങ്ങളെ ബാധിച്ച പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വന്നതിന് തനിക്ക് സന്തോഷമുണ്ടെന്നും ജയൻ രവി കൂട്ടിച്ചേർത്തു. ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും ഒരു വശത്ത് തുടരുമ്പോഴും കെനീഷ ഫ്രാൻസിസും ജയൻ രവിയും തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് തമിഴ് സിനിമാ ലോകം ഇപ്പോൾ കാണുന്നത്.